ഒരു ഗെയിമിലത്തെ ഒരു പ്ലെയർ ക്യാരക്ടറിനൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനു വേണ്ടി യൂണിറ്റി ഓൾറെഡി നമുക്ക് ഒരു സംഭവം ഒരു കമ്പോണൻ്റ് തന്നിട്ടുണ്ട്, ക്യാരക്ടർ കൺട്രോളർ എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിന് ഉണ്ടാക്കാൻ പറ്റും. ആനിമേഷൻ അതൊന്നും വർക്ക് ചെയ്യില്ല, മൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ. അപ്പോൾ ഇത് വെച്ച് ഉപയോഗിക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് കയറലും ഒരു സ്ലോപ്പ് അതിൽ കൂടെ കയറലൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്: സ്ലോപ്പ് ലിമിറ്റ്, സ്റ്റെപ്പ് ഓഫ്സെറ്റ്, സ്കിൻ വിഡ്ത്ത്, ഡിസ്റ്റൻസ്, സെൻറ്റർ, റേഡിയസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ കൺട്രോളർ എന്ന് വെച്ചാൽ അതൊരു ക്യാപ്സ്യൂൾ കൊളൈഡറും അതേ സമയത്ത് തന്നെ ഒരു ക്യാരക്ടർ മൂവ്മെൻറ്റ് സ്ക്രിപ്റ്റും കൂടിച്ചേർന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതൊരു ശരിക്കും ഒരു ക്യാപ്സ്യൂൾ കൊളൈഡറിനെ പോലെയാണ്. ഞാൻ ജസ്റ്റ് ഒരു empty ഗെയിം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൊരു ക്യാപ്സ്യൂൾ കൊളൈഡർ ആഡ് ചെയ്യാണ്. ക്യാപ്സ്യൂൾ കൊളൈഡറിൽ ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ കാണാം അതേ സെയിം കൈൻഡ് ഓഫ് കൊളൈഡറാണ് ഇവിടെ പ്ലെയറിലും വന്നേക്കുന്നത്. ഹൈറ്റ് കൂട്ടും കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും. അതിനെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ മൂവ്മെൻറ്റ് കൺട്രോളർ സ്ക്രിപ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ സ്ക്രിപ്റ്റ് അത് കൂടാണ്ട് വേണം ഈ സ്ക്രിപ്റ്റിൽ ഈ ക്യാരക്ടർ കൺട്രോളിന് റെഫറൻസ് കൊടുത്തിട്ട് ഇതിലുള്ള കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു ക്യാരക്ടർ കൺട്രോളർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ക്യാരക്ടർ കൺട്രോളർ എന്നുള്ള ഈ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്.